നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് ഒലത്തിയതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബീഫ് എടുക്കുമ്പോൾ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ആ തക്കാളി അധികം കൂടരുത്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും തക്കാളി ബീഫിന് അത്രയ്ക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കറി വയ്ക്കുമ്പോൾ പുളി കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബീഫ് കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ തക്കാളി നമ്മൾ ഇതിനകത്ത് എങ്ങനെ ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നമ്മൾ നന്നായിട്ട് മൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളകാണ്. ഞാനിവിടെ മുളക് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. നമുക്ക് മുളകിൻ്റെ പൊടി വേണമെങ്കിൽ മുളകിൻ്റെ പൊടി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കടുക്. ഇനി ബീഫിന് നല്ല വേവുള്ള ബീഫാണെങ്കിൽ ഈ ബീഫ് നമ്മൾ സെപ്പറേറ്റ് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ കുക്കറിലേക്ക് നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ബീഫ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കണം. ഈ ബീഫിന് വേവ് വളരെ കുറവാണ്. പിന്നെ അത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ കറി വെക്കാൻ വേണ്ടി പോകണം. നമുക്ക് ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ഞട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ചീഞ്ഞട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി ചീഞ്ഞട്ടിയിൽ വെക്കാം. നമ്മുടെ നാട്ടിലേക്ക് പണ്ടത്തെ ചീഞ്ഞട്ടി ഉണ്ടാവും, ഇതേപോലത്തെ നല്ല കട്ടിയുള്ള ചീഞ്ഞട്ടി. ഇങ്ങനത്തെ ചീഞ്ഞട്ടിയിലേക്ക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചീഞ്ഞട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കാം. അതിൽ ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിക്കാം. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ നന്നായിട്ട് കുറച്ച് വെക്കഴിഞ്ഞ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ മുളക് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിക്കാം നന്നായിട്ട്. ഈ മുളകും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ബീഫ് ഇടുമ്പോൾ നമുക്ക് ബീഫിനുള്ള ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാം. ഇപ്പം നമുക്ക് തക്കാളിക്കുള്ള ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീയൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ തക്കാളിക്ക് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ തക്കാളി നമുക്ക് വേവിക്കാം. തക്കാളി നന്നായിട്ട് വേവണം. തക്കാളി നന്നായിട്ട് വെന്തിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വരണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. നമുക്ക് അധികം തീ കുറച്ച് വയ്ക്കണ്ട. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് മുരിയണം. മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് തക്കാളി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ തക്കാളിയുടെ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തക്കാളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ബീഫിലേക്ക് ആ തക്കാളിക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബീഫൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് ഒരു അരമണിക്കൂറിനുള്ളിൽ ബീഫ് വേവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് കറിയെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തക്കാളിക്ക് നന്നായിട്ട് ബീഫിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒഴിക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്.